BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalil Silks, the favorite silks. IDCB, let your deposits grow safe. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമ്പുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. Oxygen, the digital shop, Todupuzha. Banaras Utsav by Kalyan Silks. Pulimottil Silks, Kottayam, Todupuzha, Thrissur. Malabar Golden Diamonds. Celebrate the beauty of life. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം City Times and Mobile House, ജ്യോതി ബസാർ, K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. Bionorma, Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങാശ്ശേരി ചീനിക്കുഴി റോഡിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചീനിക്കുഴിയിൽ റോഡ് ഉപരോധിച്ചു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസ് സിനിമാ വണ്ടി യാത്ര തുടങ്ങി. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം, രക്തസാക്ഷി കുടുംബ സംഗമവും നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മൾട്ടിപർപ്പസ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് താരപ്പലി ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. പെരിങ്ങാശ്ശേരി ചീനിക്കുഴി റോഡിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചീനിക്കുഴിയിൽ റോഡ് ഉപരോധിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS രാജൻ, TC രാജൻ, ബീന രവീന്ദ്രൻ, ബിന്ദു രവീന്ദ്രൻ, CPIM നേതാക്കളായ M ലതീഷ്, PJ ഉലഹന്നാൻ, KK നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ചീനിക്കുഴിയിൽ നിന്ന് പെരിങ്ങാശ്ശേരിയിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. എന്നാൽ ഈ റൂട്ടിൽ സർക്കാർ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചീനിക്കുഴിയിൽ റോഡ് ഉപരോധം നടത്തിയത്. ഏതാണ്ട് 16 ബസ്സുകൾ ഓടുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ബസ് 8 ട്രാൻസ്പോർട്ട് ബസ്സും മറ്റ് പ്രൈവറ്റ് ബസ്സുകളുമായിട്ട് ഓടുന്ന പ്രദേശമാണ്. അത്രയധികം യാത്ര ചെയ്യുന്ന നിരന്തര യാത്ര ചെയ്യുന്നു. 8 സ്കൂൾ ബസ്സുകൾ ഓടുന്നു. അങ്ങനെയുള്ള ആ പെരിങ്ങാശ്ശേരിയിലേക്കുള്ള വഴി ഇപ്പോൾ വളരെ സഞ്ചാരയോഗ്യമല്ല. ഇപ്പോൾ അതിൻ്റെ പണി നടത്തുന്നതിന് വേണ്ടിയിട്ട് ടെൻഡറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പണി നടക്കാത്തതുകൊണ്ട് അവിടെ ബസ് ഓടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബസ്സുകാരിപ്പം അവർ മുടക്കിയിരിക്കുക. യാത്ര അവർ റൂട്ട് നിർത്തി വെച്ചിരിക്കുക. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന വഴിയാണ്. സ്കൂൾ കുട്ടികളടക്കം ഒരുപാട് പേര്. അപ്പോൾ ആ പ്രശ്നം വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഈ പ്രശ്നം ഉടൻ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫെബ്രുവരി 8 മുതൽ 11 വരെ സംഘടിപ്പിക്കുന്ന 10ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസ് സിനിമാ വണ്ടി യാത്ര തുടങ്ങി. ലയ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് സിനിമാ വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനുവരി 26 വരെ 10 ദിവസങ്ങളിലായി കാഞ്ഞിരമറ്റം, മണക്കാട്, കോലാനി, വഴിത്തല, മുട്ടം, ഇടവെട്ടി, കുമാരമംഗലം, കാഞ്ഞാർ, കരിമണ്ണൂർ, മൂലമറ്റം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ
ലൈബ്രറികളും സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന സിനിമാ വണ്ടി ചലച്ചിത്ര പ്രദർശനം നടത്തും. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തുന്ന സെൽഫി മത്സരത്തിന്റെ ഉദ്ഘാടനം യുവനടൻ മുഹമ്മദ് റാഫി നിർവഹിച്ചു. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഫിലിം സൊസൈറ്റി സെക്രട്ടറി എം മഞ്ജുഹാസൻ, ജോയിന്റ് സെക്രട്ടറി വി രമേശ്, ഐശ്വര്യ സിനിമാസ് MD ശ്രാവൺ കണ്ണൻ, ജോഷി വിഗ്നറ്റ്, PG മോഹനൻ, KG ബാബു, ഹരിശങ്കർ എന്നിവർ സംബന്ധിച്ചു. ജനുവരി 26 വൈകിട്ട് 5 മണിക്ക് തൊടുപുഴയിൽ എത്തിച്ചേരുന്ന KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്ര വിജയിപ്പിക്കുന്നതിന് കോൺഗ്രസ് സേവാദൾ നിയോജക മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ AN ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ ലീലാമ ജോസ്, VE താജുദ്ദീൻ, അഡ്വക്കേറ്റ് സാബു ഇബ്രാഹിം, മുഹമ്മദ് അൻഷാദ്, നിഷ സോമൻ, നാസർ പാലമൂട്ടിൽ, സിയാദ് MK, ജോമൻ തെക്കംഭാഗം, VM അനിൽകുമാർ, ബിജു മുട്ടം, വിഷ്ണു S ഷെഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇത്തവണ നെടുങ്കണ്ടത്തു നിന്ന് ആരംഭിക്കുന്നത് നെടുങ്കണ്ടവും വണ്ടിപ്പെരിയാർ, പിന്നീട് വണ്ടിപ്പെരിയാറിന്റെ ഭക്ഷണത്തിന് ശേഷം ഇടുക്കിയിലെ പരിപാടി കൂടി കഴിഞ്ഞാൽ പിന്നെ തൊടുപുഴയിൽ ആണ് ഇതിന്റെ സമാപനം നടക്കുന്നത്. ഈ യാത്ര വൻപിച്ച വിജയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിലെമ്പാടും നടന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാഹസംഗം പോലെ ഞാൻ ചേച്ചിയൊക്കെ അടക്കമുള്ള ആളുകളുണ്ടായും ഞങ്ങൾ 2:30 ആരംഭിച്ച യോഗം ഇപ്പോഴും ഞാൻ അവിടെ ഒന്നൊന്നും ചേർന്നു. ഏതായാലും അവിടെ ഒരു തീരുമാനമെടുത്തു. പോഷക സംഘടനകളുടെ മീറ്റിങ്ങുകൾ ASU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് തുടങ്ങിയവരുടെ മീറ്റിങ്ങുകൾ 19-18 കൂടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ശവാലിൽ നിന്ന് കൂടുന്നതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പിന്നെ പറയാം ഇന്നൊരു യോഗം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. കാരണം നമ്മളിത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാനിത് വിജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഇത്തരം ഒരു യോഗം ചേരുമ്പോൾ സേവാദളിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. സേവാദൾ എന്ന് പറയുന്ന സംഘടന ചെറുതായി കാണും. ഈ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച 4 പോഷക സംഘടനകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മൾട്ടിപർപ്പസ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് EM ആഗസ്തി XMLA ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ബീന ജോളി അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേസിൽ ജോൺ, തോമസ് മാത്യു കക്കുഴി, KS കുഞ്ഞുമുഹമ്മദ്, മാത്യു തെങ്ങമ്പിള്ളിൽ, പോൾ കുഴിപ്പിള്ളിൽ, KJ തോമസ്, KK രാജൻ, AP ഗിരീഷ്, ഐസക് വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജസീന്ത ജോസഫ് സ്വാഗതവും സെക്രട്ടറി റോസ്ലി ജോയ് നന്ദിയും പറഞ്ഞു. പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ എന്നാണ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അംഗങ്ങൾ തമ്മിലും ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹായം ഉണ്ടാകണം. 2 അംഗങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമായിരിക്കണം. 3 അതിന് ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കും. അതിന് മറ്റൊരു ഔദ്യോഗിക വിഭാഗം ഉണ്ടാകണം. ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് സംഘത്തിൻ്റെ സെക്രട്ടറി, ജീവനക്കാർ ഉൾക്കൊള്ളുന്ന ഔദ്യോഗിക വിഭാഗം ഉണ്ടാകണം. ഔദ്യോഗിക വിഭാഗം സ്ഥിരമായി നിൽക്കുന്നതാണ്. മറിച്ച് ജനാധിപത്യ സംവിധാനം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ളവരെ പ്രസിഡന്റാക്കാം, ഭരണസമിതിയാക്കാം. അങ്ങനെ സർക്കാർ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിബന്ധന അനുസരിച്ചുള്ള കാലാകാലങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കണം. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം. മുമ്പ് ചില സമയത്ത് 3 വർഷമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ പൊതുയോഗങ്ങൾ കൂടണം. വർഷത്തിലൊരിക്കൽ പൊതുയോഗം കൂടണം. ഇതിൻ്റെ അംഗങ്ങൾക്ക് ഈ സ്ഥാപനമായി സജീവമായ പങ്കാളിത്തം ഉണ്ടാകും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പങ്കാളികളാകും. യോഗത്തിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ വായ്പ വാങ്ങണം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം, വളരെ സജീവമായ സാന്നിധ്യം അങ്ങോട്ടുണ്ടാവണം. അങ്ങനെയാണ് ഒരു സഹകരണ സ്ഥാപനം പ്രവർത്തനം. DYFI ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് KP സുമോദ് പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ TR സോമൻ സ്വാഗതം ആശംസിച്ചു. TV രാജേഷ് MLA, M സ്വരാജ്, K സുനിൽകുമാർ, G മുരളീധരൻ, P ബിജു, G ഗോപകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ടൈറ്റാൻ, ഫാസ്റ്റ് ട്രാക്ക്, സൊനാറ്റ, ടൈമാക്സ്, Q&Q, സൂപ്പ് തുടങ്ങിയ ഇന്ത്യൻ നിർമ്മിത വാച്ചുകൾക്കൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിദേശ നിർമ്മിത വാച്ചുകളായ കാസിയോ, സിറ്റിസൺ, സീക്കോ, ടിസോത്ത്, പോലീസ്, റാഡോ, ഫസിൽ, ഈസ്പിരിറ്റ്, ഡീസൽ, വെസ്റ്റാർ, സിസ്റ്റാർ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലുകൾ, എല്ലാവിധ വാൾ ക്ലോക്കുകളുടെയും വൻ കളക്ഷൻ, വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ, കൂടാതെ ടൈം പീസ്, കാൽക്കുലേറ്റർ, ക്യാമറ, പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്, ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ്, ലാൻഡ് ഫോൺസ് ആൻഡ് ബ്രാൻഡഡ് സൺഗ്ലാസസ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ. 60 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയമായ ശേഖരം. വ്യാപാരത്തിലെ കുലീനതയും വിശുദ്ധിയും, ഇടപാടുകളിലെ സത്യസന്ധതയും, സ്നേഹോഷ്മളമായ സേവന സന്നദ്ധതയും ഞങ്ങളുടെ മുഖമുദ്ര. ജന്മനക്ഷത്രക്കല്ലുകൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കുവാൻ കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. ആരോഗ്യനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ. ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ബയോഗ്യാസ് വികസന പദ്ധതി പ്രകാരം ബയോനിർമ്മാൺ തൊടുപുഴ നിർമ്മിക്കുന്ന പ്ലാന്റുകൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി 9,000 രൂപയും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് 8,000 രൂപയും ലഭ്യമാക്കുന്നു. ബയോനിർമ്മാൺ, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 944722 792 9895423129 04862224248. വാർത്തകൾ തുടരുന്നു. തൊടുപുഴയിൽ നടന്ന ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം രക്തസാക്ഷി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. CPI-M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി ഉദ്ഘാടനം ചെയ്തു. കറാച്ചിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ട്രെയിനിലും ഹിന്ദുക്കളുടെ ശവശരീരങ്ങളാണ് കയറ്റിയത് എന്ന് നമുക്ക് കാണാവുന്നതോ. ആ അന്നത്തെ സാഹചര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് നേതൃത്വവും സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുലിൽ നുണഞ്ഞ് സന്തോഷിച്ചപ്പോൾ മഹാനായ രാഷ്ട്രപിതാവ് നഗ്നമാകനായി ഈ വർഗീയതകളെ നടന്ന കേന്ദ്രങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു എന്ന കാര്യവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ ശക്തികളാൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഹിന്ദുവർഗീയ പാർട്ടികളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാർ സോണിയാഗാന്ധി, മൻമോഹൻ സിംഗും പ്രിയമുള്ളവരെ AK അന്തോണിയും കേരളത്തിലെ ഉമ്മൻചാണ്ടി എല്ലാവരും കൂടി മഹാത്മാഗാന്ധിയെ കൊന്ന കാപാലികന്മാരുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണകാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത മഹത്തായ ദൗത്യമാണ്
പതിനാറാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം നടന്നു. പുരോഗമന കലാസാഹിത്യവേദി സംസ്ഥാന സെക്രട്ടറി KN കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അങ്ങനെ കേൾക്കാൻ അതിന് പകരം ഇത് ഒരു പ്രവർത്തനമായിരുന്നു. പ്രഭാഷണം ഒരു പ്രവർത്തനമായിരുന്നു. നമ്മൾ സാധാരണ പറയും പ്രവൃത്തിയാണല്ലോ വേണ്ടത് എന്ന് പറയും. എത്ര പ്രഭാഷണങ്ങളല്ല പ്രവൃത്തികളാണ് വേണ്ടത് എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് തിരിച്ചിങ്ങനെ ആലോചിക്കാം, പ്രഭാഷണം തന്നെയും ഒരു പ്രയോഗമായി തീരുകയാണെങ്കിൽ, പ്രഭാഷണം തന്നെയാണ് ഒരു പ്രവൃത്തി എന്ന് ഉറപ്പിച്ച് പറയാൻ ആത്മബോധത്തോടെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എനിക്ക് പറ്റുകയാണെങ്കിൽ പിന്നെ മറ്റൊരു പ്രവൃത്തി എന്നുള്ളത് തിരക്കി പോകുന്നത് വ്യക്തമായിരിക്കും. അതുകൊണ്ട് പ്രഭാഷണ പ്രയോഗം എന്നാണ് പറയുന്നവരും കേൾക്കുന്നവരും ഒന്നിച്ചു പങ്കെടുക്കുന്ന ഒരു സംയുക്ത പ്രവർത്തനം എന്ന അർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ ഇടുക്കിയുടെ 13ാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് അത് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും പൂർത്തിയാക്കാറുണ്ട്. അത് ഏത് ഔപചാരിക ഇടപെടലും അനൗപചാരികമായി തീരേണ്ട മറ്റൊരു ഇടപെടലിലേക്കുള്ള പാലമാണ്. അത് പലപ്പോഴും പൊളിഞ്ഞുപോയിരിക്കുന്നു. എങ്കിലും അത് നിരന്തരം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കേണ്ടത് ഔപചാരികതയും അനൗപചാരികതയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാൻ, അറിവും അനുഭൂതിയും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാൻ ഞാൻ തുടക്കത്തിൽ പാലസ്തീനിൽ നിന്ന് വന്ന ഫ്രീഡം തിയേറ്റർ ഫ്രീഡം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ന്യൂക്ലിയസാണ്. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര നടന്നു. കുംഭകുടം, ശൂലംകുത്ത് തുടങ്ങി വിവിധ നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയെ വർണ്ണാഭമാക്കി. ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. നീയൊക്കെ കാണിക്കണേ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ശരിയൊക്കെ തരാം കേട്ടോ. ആക്കാൻ ചുമ്മാ വട്ടം കയറി ഒരുപാട്. എൻ്റെ തല ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ ക്ഷീരകർഷക സെമിനാറും അവാർഡ് ജേതാക്കൾക്ക് സ്വീകരണവും നൽകി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുവൽ മത്തായി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി അധ്യക്ഷത വഹിച്ചു. ഗാന്ധിജി സ്റ്റഡി സെന്റർ നടത്തിയ കാർഷിക മേളയിൽ മികച്ച ക്ഷീരകർഷകരായി തെരഞ്ഞെടുത്ത പുതുക്കളിൽ ജിൽസൺ ജൂബി ദമ്പതികളെ ആദരിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗൗരി സുകുമാരൻ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം ടോമി കാവാലം, ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റുമാരായ സൈമൺ ചെറുവള്ളാത്ത്, ഷിബു ബി ഓലിക്കൽ, റോബിൻ ജോൺ ഇല്ലിക്കുന്നൽ, ടോമി സെബാസ്റ്റ്യൻ നടുപ്പടവിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് മാത്യു അബ്രഹാം സ്വാഗതവും സെക്രട്ടറി ഷാജു എം ജോസ് നന്ദിയും പറഞ്ഞു. വാങ്ങിച്ചു കൊടുത്ത പുല്ല് നമ്മൾ സ്വന്തമായി ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ചെലവ് അമിതമായി വർദ്ധിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആ സ്ഥലത്തുള്ള ഏത് സ്ഥലത്തും റോഡിന്റെ സൈഡിലോ കണ്ടത്തിന്റെ വരമ്പിലോ തരിശായി കിടക്കുന്ന സ്ഥലത്തോ എവിടെ വേണേലും പുല്ല് കൃഷി ചെയ്യാം എന്നുള്ള ഒരു ഇതാ വന്നിരിക്കുന്നത്. ആ പുല്ല് ആർക്കും അതിന് കൂടാതെ ഒരു നിയമവും കൂടാതെ ആവശ്യക്കാർക്ക് എത്തിയെടുത്തോണ്ടേക്ക് അതിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അതിനൊരു നിയമവും ചട്ടമൊന്നുമില്ല. അപ്പൊ ആ രീതിയിൽ ഒരു പുൽകൃഷിക്കുള്ള
അനുവാദം തുടർഭൂത്തിൽ കിട്ടിയപ്പോൾ വ്യാപകമായി അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ക്ഷീരകർഷകരെ സാധാരണ ചെറിയ സ്ഥലത്ത് 10-50 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10-20 സെന്റ് സ്ഥലമൊക്കെ ഉള്ള ആളുകൾ പശുക്കളെ വളർത്തുമ്പോൾ അവർക്ക് ഈ കാലികളെ ഒക്കെ തീറ്റ കൊടുക്കാനുള്ള ഒരു സംവിധാനം വളരെ വിപുലമായി ഉണ്ടാകും. പക്ഷേ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുന്ന ആളുകളെ കൊണ്ട് വ്യാപകമായി ഉള്ള സ്ഥലത്ത് തരിശായി കിടക്കുന്നത് വെറുതെ കിടക്കുന്നത് എവിടെ വേണേലും ആ കൃഷി ചെയ്യാവുന്നതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമം. ആ പുല്ല് ആവശ്യക്കാർക്ക് എത്തിയിട്ട് കൊണ്ടുപോകില്ല. അതിനൊരു നിയന്ത്രണമൊന്നും ഒരു ചട്ടമോ അല്ലെങ്കിൽ ഇന്നവരുടെ മുതൽ സ്വത്ത് എന്നുള്ള പരിധിയൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊരു സംവിധാനം വരുമ്പോൾ ഈ കാലുവളർത്ത രംഗത്ത് ഈ പുൽകൃഷി തൊഴിലുറപ്പിൽപ്പെടുത്തിയപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ ഈ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ഥലം ഈ കാലിനെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിന് അരി കൊടുക്കുന്നതിനൊക്കെയുള്ള സൗകര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമായിരിക്കും. കുന്നംകപ്പേളിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കുന്നംകപ്പേളിൽ നിന്നും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറാന പള്ളിയിലേക്ക് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിൽ ജീവിത വിജയം നേടാൻ എന്ന വിഷയത്തിൽ ജോൺസൺ മാത്യു പ്രഭാഷണം നടത്തി. ഉപാസന ഡയറക്ടർ ഫാദർ കുര്യൻ പുത്തൻപുരയ്ക്കൽ സ്വാഗതവും ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് നന്ദിയും പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ വിജയം മാത്രമല്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ എത്രമാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ ഫാമിലിയിലുള്ളവരെ എത്ര പേരെ ഡെവലപ്പ് ചെയ്യും. 5 പേര്, 10 പേര്, 100 പേര്, 1000 പേര്, 10000 പേര്. എനിക്ക് തോന്നുന്നത് വിജയകാര്യം എത്രമാത്രം ആളുകൾ ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സക്സസിൻ്റെ കാര്യമാണ്. നമ്മുടെ വിജയം മാത്രമല്ല, 100 മറ്റുള്ളവർ വിജയിക്കുന്നത് നമ്മുടെ ജീവിതം സക്സസ് ആണ്. നമ്മൾ മാത്രം സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഏതാനും ചെറിയ പോയിന്റ് കൂടി പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം, സൈക്കോളജിക്കൽ ലൈഫ് പൊസിഷൻസ് നമ്മൾ പൊതുവെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻട്രാക്ഷൻ നടക്കും ഇല്ലേ? മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകണം. അതിന് സൈക്കോളജിക്കൽ ലൈഫ് പൊസിഷൻസ് എന്ന് പറയുന്നത് കൺസെപ്റ്റാണ്. ഒരിടവേള കൂടി. വൈഡൂര്യനിധിയോ ഇവൾ കനകമലരോ പൊന്നിപ്പൂമലരോ ഇവളാരോ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Celebrating 64 years of service. Lunars, Lunars down, என்று make comfort. Lunars, Lunars down, rumba rumba fit. புது புது ரகங்களில் மனதின கவருது Lunars. Lunars in fashion, passion, attraction, எங்கெங்கும் என் Lunars. Lunars, Lunars, இது ரொம்ப ரொம்ப சூப்பர். Lunars பாதங்களுக்கு முண்டு ஆசை.
കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, പുളിമൂട്ടിൽ പൈനിയർ കോംപ്ലക്സ്, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഇലക്ട്രിക് ഐറ്റംസ്, ഫാൻസി ലൈറ്റുകൾ, വി-ഗാർഡ് മോട്ടോർ, വാട്ടർ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, CP ടാപ്പുകൾ, സ്റ്റീൽ സിങ്കുകൾ, ടവൽ റാഡുകൾ, PVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, മിറർ മുതലായവയുടെ വിപുലമായ ശേഖരം. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഫോൺ 228863225501. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. ലെറ്റ് യുവർ ഡെപ്പോസിറ്റ്സ് ഗ്രോ സേഫ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കുരുവിത്തടം ഏജൻസീസ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഓവൻ, ഗ്രൈൻഡർ, AC, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി കുരുവിത്തടം ഏജൻസീസ്. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. വീടുകളുടെ പോർച്ചുകൾക്കും മുറ്റത്തിനും അനുയോജ്യമായ ഡിസൈനർ ടൈലുകളുടെ വിവിധ മോഡലുകൾ. മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ടൈലുകൾ വിരിച്ചു കൊടുക്കുന്നു. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. ലോകോത്തര നിലവാരമുള്ള സ്മാർട്ട് ഫോൺ ശ്രേണികളുടെ ഒരു അത്ഭുത ലോകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, IP ക്യാമറ, കമ്പ്യൂട്ടർ ആക്സസറീസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകൾ കൂടാതെ ഉന്നത നിലവാരമുള്ള IT പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നതിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും ലാപ്ടോപ്പ് സർവീസും ഞങ്ങൾ നൽകുന്നു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. കൊടയത്തൂർ മങ്കൊമ്പുകാവൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല കൂപ്പൺ വിതരണോദ്ഘാടനം നടത്തി. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി മഹേഷ് ശാന്തി, ശരംകുത്തി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തി ഹരികുമാർ നമ്പൂതിരി, മങ്കൊമ്പുകാവ് മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി, പൊങ്കാല കമ്മിറ്റി കോർഡിനേറ്റർ ഷാജികുമാർ കാവുവിളയിൽ, സുമതി രവീന്ദ്രൻ, ശ്രീദേവി സുനിൽ, അംബിക സതീഷ്, ജയശ്രീ പുളിയൻ മായ്ക്കൽ, വിലാസിനി മാളിയേക്കൽ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് TN രാജപ്പൻ പിള്ള, സെക്രട്ടറി സതീഷ് P ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയിൽ ഇടവക തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൊടുപുഴ ന്യൂമാൻ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു. തോമസ് കുഴിഞ്ഞാലിൽ സ്വാഗതം ആശംസിച്ചു. KS ബേബി അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഫാദർ തോമസ് പെരിയപ്പുറം, ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, വാർഡ് കൗൺസിലർ ഷാവുൽ ഹമീദ്, സോജൻ വെട്ടിക്കൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ
ആഘോഷിക്കുകയും അങ്ങനെ 3 പരിപാടികൾ. ഞാൻ രാഷ്ട്രീയ മാത്രമേ കണ്ടിട്ടുള്ളൂ. 15 കൂടിയിട്ട് പോകാവുന്ന കാര്യം. ഏതായാലും ആരംഭത്തിലാണെങ്കിൽ തന്നെ ഈ സംഘടനത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ സമ്പന്നമായ പുതുവർഷത്തിൻ്റെ അനുഗ്രഹാശിസുകൾ ആദ്യമേ തന്നെ നേടുകയാണ്. നമ്മൾ വഴിയും വൈകി പറഞ്ഞാൽ ബെറ്ററിലേക്കാണ് നേവർ കണ്ടിട്ടുണ്ട്. അപ്പം വൈകിയാണെങ്കിൽ പോലും ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് വൈകിയെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും അർത്ഥവത്താണ്. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് ആഘോഷമായ പട്ടണ പ്രദക്ഷിണം നടന്നു. മുത്തോട് കപ്പിളയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ വികാരി ഫാദർ ജോൺ കടവൻ, ട്രസ്റ്റിമാരായ സജി പാലക്കത്തൊട്ടിയിൽ, ജോസ് പൂങ്കുടി, മാത്യു അടിച്ചിലേമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചരമവാർത്തകൾ. മുതലക്കുടം ഓലിക്കൽ OT ജോസഫിന്റെ ഭാര്യയും മുതലക്കുടം സെന്റ് ജോർജ് LP സ്കൂളിലെ റിട്ടയർഡ് ടീച്ചറുമായ മേരി ജോസഫ് നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. പരേത തോട്ടക്കര തടത്തിൽ കുടുംബാംഗം. മകൻ അഡ്വക്കേറ്റ് ടോം ജോസ്, മരുമകൾ ലിജ ജെയിംസ് കരിങ്ങാട്ടിൽ. തടിയമ്പാട് കുത്തനാപ്പിള്ളിൽ കുര്യൻ വർഗീസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പരേതയായ ഏലിക്കുട്ടി വാഴത്തോപ്പ് കൊല്ലമ്മാട്ടേൽ കുടുംബാംഗം. മകൾ ജോയി വർഗീസ്, റോസമ്മ, ജോൺസൺ, തോമസ്, ടോമി, സജി, മിനിമോൾ. മരുമക്കൾ എൽസി, ജോസ്, ലിസി, ലൗസി, ജാൻസി, സോണിയ, ജോസ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണ്ണ ഗ്രാമിന് 2465 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 97 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 91 രൂപ. ഇന്നത്തെ താപനില. തിങ്കളാഴ്ചത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങാശ്ശേരി ചീനിക്കുഴി റോഡിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചീനിക്കുഴിയിൽ റോഡ് ഉപരോധിച്ചു. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസ് സിനിമാ വണ്ടി യാത്ര തുടങ്ങി. ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം രക്തസാക്ഷി കുടുംബ സംഗമവും നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മൾട്ടിപർപ്പസ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു. മുട്ടം തയ്യക്കാവ് ഭഗവതി ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തയ്യക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് താരപ്പലി ഘോഷയാത്ര നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.